മുഴുവൻ സഖാക്കളും കസേരയിലും കയറി. നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സംഘപരിവാരത്തിൽ നിന്ന് രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ നടക്കുന്ന വലിയ പോരാട്ടത്തിന് ആവേശം നൽകി JNU സർവകലാശാലയിൽ നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും തുടർച്ചയായ ഇടപെടലുകളെ അട്ടിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്ത് തന്നെയാണ്, സംഘപരിവാർ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് JNU സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ SFI നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനെ തെരഞ്ഞെടുത്തത്. നമുക്കറിയാം, JNU സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് വർഷാവർഷം നടക്കേണ്ടതാണ്. വർഷാവർഷം നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നടത്താതെ ABVPക്ക് ജയിക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കുന്നതിന് വേണ്ടി സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ആരംഭിച്ച് ഒരുപാട് സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ കൊണ്ടുവന്ന് JNU സർവകലാശാലയിൽ ചേർത്ത് ABVP എന്തായാലും ജയിക്കും, സംഘപരിവാറുകാർ JNU സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് JNUവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാവിധ സംഘപരിവാരത്തിൻ്റെ മേധാവികൾ മുഴുവൻ ഇടപെട്ട് ഉദ്യോഗസ്ഥരെ, അധ്യാപകരെ, ജീവനക്കാരെ മുഴുവൻ സ്വാധീനിച്ച് നോമിനേഷൻ പേപ്പർ ഉൾപ്പെടെ, നോമിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെടെ ഇടപെട്ട് SFI നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പാനലിലെ സ്ഥാനാർത്ഥിയെ, ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അന്നു രാവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി അയോഗ്യനാക്കി. അങ്ങനെ വിദ്യാർത്ഥി യൂണിയൻ പിടിച്ചെടുക്കാൻ സംഘപരിവാരം നടത്തിയ, RSS നടത്തിയ എല്ലാ നീക്കങ്ങളെയും തറപറ്റിച്ചാണ് സഖാക്കൾ ഐഷേ ഘോഷും അഭിജിത്ത് ഘോഷും SFIയും ASFും ASFും DSFും നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പാനൽ വിജയിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. JNU സർവകലാശാല നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലെ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വലിയ പ്രാധാന്യം ആ തെരഞ്ഞെടുപ്പിനുണ്ട്. ഒരു ദിശാസൂചികയാണ് JNU സർവകലാശാല തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്ത് സംഘപരിവാരം നേതൃത്വം നൽകുന്ന NEP ഉൾപ്പെടെയുള്ള പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വാണിജ്യവൽക്കരിക്കാനും കേന്ദ്രവൽക്കരിക്കാനും നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾക്കുള്ള അഭിവാദ്യമാണ് JNU റിസൾട്ട്. നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികളും യുവാക്കളുമായ മുഴുവൻ ആളുകളും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന RSSന്റെ സംഘപരിവാരത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത സമയത്താണ്
JNUവിലെ വിജയം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം? പൊന്നാനിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇടതുപക്ഷ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിന്ന് ആര് വിജയിക്കണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് JNUവിലെ ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ വിജയം. ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട കാര്യം, ഇവിടെ സംഘപരിവാരത്തിനെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് തുരങ്കം വെക്കുന്ന കോൺഗ്രസുകാരുടെ അതേ പണിയാണ് JNU സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSU എടുത്തത്. ഇടതുപക്ഷം തോറ്റാലും വേണ്ടിയില്ല, ABP ജയിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ABPക്കെതിരെ കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSUI JNU സർവകലാശാല ക്യാമ്പസിൽ സ്വീകരിച്ചത്. അതേ സമീപനമാണ് കേരളത്തിലും ഈ രാജ്യത്താകമാനെയും അവർ സ്വീകരിക്കുന്നത്. സംഘപരിവാരത്തിനെതിരെ ഉറച്ച ശബ്ദമാകാൻ, സംഘപരിവാരത്തെ എതിർത്ത് തോൽപ്പിക്കാൻ സ്വന്തം ജീവനും സ്വന്തം ജീവിതവും ബലികർപ്പിച്ചിട്ടായാലും RSSന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന് ഉറപ്പുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് JNU സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയം. ആ പ്രഖ്യാപനമാണ് ഏപ്രിൽ മാസം 26-ാം തീയതി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ നമ്മുടെ വോട്ടർമാരും ഈ കേരളത്തിലാകും നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് KS ഹംസ ഇവിടെ എത്തിയിട്ടുണ്ട്. സഖാവ് KS ഹംസയെ ചുറ്റികരുവാൾ നക്ഷത്രം അടയാളത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഏർപ്പെട്ടുള്ളത്. ഈ പൊന്നാനിക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മാറ്റത്തിന് പടനയിക്കാൻ സഖാവ് KS ഹംസ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ, 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 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ, 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ, KS ഹംസക്ക് അഭിവാദ്യങ്ങൾ, KS ഹംസക്ക് അഭിവാദ്യങ്ങൾ, വിദ്യാർത്ഥികളുടെ അഭിവാദ്യങ്ങൾ. സഖാവ് KS ഹംസ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിലാണ്, സഖാവ് സംസാരിക്കും. പ്രിയപ്പെട്ട PV സാനു, SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, നമ്മുടെ വിശിഷ്ടാതിഥികളായ ശ്രീ ഐഷു ഘോഷ്, മൈ ഡിയർ അഭിജിത്ത് ഘോഷ് അടക്കം വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, ഒരു നിരന്തരമുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിന്ന് ഇടക്കൊന്ന് ഓടി വന്നതാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്ത് കടന്നു പോകാൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നാലും ഒരു നല്ല വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സ്വീകരണം അവർക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് ഇനി അവർ നിങ്ങളോട് സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ വിദ്യാർത്ഥി ലോകത്തും വൈജ്ഞാനിക നഭോവ മണ്ഡലങ്ങളിലെയും നിത്യവിസ്ഫോടനങ്ങൾക്ക് കാതോർക്കുന്ന ഒരു വിദ്യാർത്ഥി തലമുറ ഉണ്ട് എന്നത് നിങ്ങളുടെ സാന്നിധ്യം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സന്തുഷ്ടനാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ ഹോപ്പ് that Aishi Ghosh can deliberately deliver the speech in this regard the national issues. I will expect she will speak deliberately. മറ്റതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെയുള്ള ശ്രീ അഭിജിത്ത് ഘോഷ് അടക്കമുണ്ട്. പേര് ഇത്തിരി പറയാൻ പ്രയാസപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അഭിജിത്ത് ഘോഷ് അടക്കമുണ്ട്. അവർ വളരെ ഡെലിബറേറ്റ് ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുമെന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പൊന്നാനിയിൽ. പൊന്നാനി മാറ്റത്തിന് തയ്യാറായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഈ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ
തെളിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒരു പൊട്ടിത്തെറിയിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ കൂട്ടായ്മയുണ്ടല്ലോ, ഒരു മതേതര കൂട്ടായ്മ, മതനിരപേക്ഷതയുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മ അവസാനിപ്പിക്കാനാണ് സംഘപരിവാർ ശക്തികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിരന്തരമായി ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന കരിനിയമങ്ങൾക്ക് കൂടെ നിൽക്കാനും പോറലേൽക്കാതെ കൂടെ സഞ്ചരിക്കാനുമാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയ എം പിമാരെല്ലാം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്ന വസ്തുത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനി നോ അതർ ഓപ്ഷൻ, ഓൺലി LDF എന്ന രീതിയിൽ വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും ഇടതു മതനിരപേക്ഷ ശക്തികൾ വളർന്നു വരുന്നുണ്ട്. എമർജിങ് LDF അലയൻസ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുത കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സംഘപരിവാറിനെ താഴേക്കിറക്കിയാൽ പകരം കയറുന്നത് LDF ആഭിമുഖ്യത്തിലുള്ള LDFന് സ്വാധീനമുള്ള ലെഫ്റ്റ് ചിന്താഗതിയുള്ള ഒരു അലയൻസ് ആയിരിക്കും. അത് കേരളത്തിലുണ്ട്. CPM CPI കൂടാതെ തമിഴ്നാട്ടിലെ DMK ഉണ്ട്, സ്റ്റാലിൻ നേതൃത്വം നൽകുന്നത്. അങ്ങ് ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവ് നേതൃത്വം നൽകുന്ന RJD ഉണ്ട്. അങ്ങ് UPയിൽ സമാജ്വാദി പാർട്ടിയുണ്ട്. ഇവരെല്ലാം കൂടി വരുന്ന സമയത്ത് അതൊരു പ്രബലമായ ശക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അപ്രസക്തമായിരിക്കും. ഈ മുന്നണിയായിരിക്കും സംഘപരിവാറിനെ താഴെയിറക്കി അധികാരത്തിലേക്ക് തിരിച്ചു കയറുന്നത്. അതുകൊണ്ട് പ്രതീക്ഷാ നിർഭരമായി കാത്തിരുന്നു കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിലയേറിയ നിങ്ങളുടെ വോട്ടുകൾ പരമാവധി ചുറ്റികരിവാൽ നക്ഷത്രം അടയാളത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള സ്ഥാനാർത്ഥികളെ കേരളത്തിലുടനീളം വിജയിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ കർമ്മനിരതരാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരാമിടുകയാണ്. നിങ്ങൾക്ക് നന്ദി. ജയ്. താങ്ക് യു. സഖാക്കളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഈ രാജ്യത്തെ വിദ്യാർത്ഥി പോരാട്ടത്തിന് നേതൃത്വമായ സഖാവ് VP സാനുവാണ്. സഖാവിനെ ഏറെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന JNUയിലെ വിദ്യാർത്ഥി യൂണിയന്റെ മുൻ പ്രസിഡന്റും സംഘപരിവാരത്തിന്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റ് ഈ രാജ്യത്ത് സംഘപരിവാര വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ സഖാവ് വൈശാഖ് ഘോഷ് പരിപാടി പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിലവിൽ സംഘപരിവാരത്തിനെ തോൽപ്പിച്ച് വിദ്യാർത്ഥി യൂണിയന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട SFI ലീഡർ സഖാവ് അഭിജിത്ത് ഘോഷ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സഖാവിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായ സഖാവ് PM മാർഷോ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. സഖാവിനെയും ഏറെ ആവേശത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരുന്ന വിവിധ വിദ്യാർത്ഥി സംഘടനാ നേതൃത്വം, വിവിധ നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം സഖാവ് ആദിലിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, JNUവിലെ പോരാളികൾക്ക് നൽകിയിട്ടുള്ള ഈ സ്വീകരണം ഈ രാജ്യത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഈ രാജ്യത്തെ സർവകലാശാലകളെ കാവ്യവൽക്കരിച്ച്, രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നാകെ വഞ്ചിച്ച്, രാജ്യത്തെ യുവാക്കൾക്ക് വാഗ്ദാനങ്ങൾ നൽകി ഈ രാജ്യത്തെ യുവാക്കളെ വഞ്ചിച്ച ഈ BJPയുടെയും RSSന്റെയും ഈ ഗവൺമെന്റിനെതിരെ രാജ്യത്താകമാനം വിദ്യാർത്ഥി രോഷം അലയടിക്കുകയാണ്. തീർച്ചയായും ഈ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാടിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും BJPയെ താഴെ ഇറക്കാനും
ഇടതുപക്ഷത്തിന് കരുത്തു പകരാനുമുള്ള തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ ഈ പോരാട്ടത്തിന് ആവേശം പകർന്നുകൊണ്ട് JNUവിലെ പോരാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമരശക്തിയെ നേതൃത്വം നയിക്കുകയും BJPയുടെയും സംഘപരിവാറിന്റെയും മുന്നിൽ വിദ്യാർത്ഥികളുടെ ശബ്ദമായി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് സാനുക്കയെ ഏറെ ആവേശത്തോടുകൂടി ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് ആദിൽ, വേദിയിലിരിക്കുന്ന സഖാവ് ആർഷോ, സഖാവ് ঐഷി ഘോഷ്, സഖാവ് അഭിജിത്ത്, മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, ঐഷി ഘോഷ് എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഏറ്റവും ദീർഘകാലം, അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റുഡൻസ് യൂണിയന് നേതൃത്വം വഹിച്ച ആളാണ്. 2019 തിരഞ്ഞെടുക്കപ്പെട്ട് ഈ 2024 മാർച്ച് മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ ആ JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞങ്ങൾ ঐഷിയെ കളിയാക്കി പറയാറുണ്ട്. ঐഷി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ JNUവിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. പക്ഷെ ঐഷി സ്ഥാനമൊഴിയുമ്പോഴേക്ക് ঐഷി ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായമേറിയ യൂണിയൻ പ്രസിഡൻ്റായി മാറി. ഈ 4 കൊല്ലവും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താതെ പ്രസിഡൻ്റായി തുടരാൻ വേണ്ടി ঐഷിയോ ঐഷിയുടെ സംഘടന SFIയോ അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോ നടത്തിയ ഏതെങ്കിലും ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ല ആ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത്. അതിനേതാണ്ട് കോവിഡ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. പക്ഷേ എപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അവിടെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ അന്നെല്ലാം അത് നീട്ടിവെക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് അവിടുത്തെ അധികൃതർ ശ്രമിച്ചത്. പരമാവധി അവിടുത്തെ അധ്യാപകരെ മുഴുവൻ RSSകാരായിട്ടുള്ള ആളുകളെ അധ്യാപകരായി അനിയന്ത്രിതമായി നിയമനം നടത്തി. ABVPയുടെ മുൻ ഭാരവാഹിയായിരിക്കുന്നു എന്നുള്ളതാണ് JNU എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയത്തിൽ അധ്യാപകനായിരിക്കാൻ യോഗ്യത എന്നുള്ള നില മാറിയിട്ടുണ്ട്. മാത്രമല്ല വിവിധ വഴികളിലൂടെ വിദ്യാർത്ഥികളെ വലിയ രൂപത്തിൽ അവിടേക്ക് കുത്തിനിറക്കാൻ ABVPക്കാരായിട്ടുള്ള ആളുകളെ കുത്തിനിറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അത്തരത്തിൽ കുത്തിനിറക്കൽ അവിടെ നടത്തി. അങ്ങനെ പരമാവധി വൈകിപ്പിച്ച് അതിനകം ആ ക്യാമ്പസിനെ പരിപൂർണമായും ABVPക്ക് കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ അവർ പോയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനറൽ ബോഡി യോഗം വിളിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്തുകൊണ്ട് അവിടുത്തെ വിവിധ സ്കൂളുകളുടെ ജനറൽ ബോഡി മീറ്റിങ്ങും മൊത്തത്തിലുള്ള ജനറൽ ബോഡി മീറ്റിങ്ങും വിളിക്കും. ആ ജനറൽ ബോഡി മീറ്റിങ്ങുകളെല്ലാം അലങ്കോലമാക്കാനുള്ള വലിയ ശ്രമം നടത്തി. ആ ജനറൽ ബോഡി യോഗത്തിലും സഖാവ് ঐഷിക്ക് മർദ്ദനമേൽക്കുന്ന സ്ഥിതിയുണ്ടായി. ঐഷി അധികാരത്തിലേറിയത് മുതൽ 2019 മുതൽ നിരന്തരം ABVPക്കാരാൽ RSSകാരാൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള സഖാവാണ് ঐഷി. സ്ഥാനമേറ്റെടുത്ത ഉടനെ ഫീസ് വർധനക്കെതിരായിട്ടുള്ള ശക്തമായ സമരവും ആ സമരം നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് CAA നമ്മുടെ രാജ്യത്ത് നിയമമായി വന്നത്. ആ CAAക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടത്തിലും മുഖ്യമായ പങ്ക് സഖാവ് ঐഷി വഹിക്കുകയുണ്ടായി. ആ സമയത്താണ് RSSകാർ സഖാവ് ঐഷിയെ അടിച്ച് തല പൊട്ടിച്ചു. അതിനുശേഷം CAAയുടെ ഇന്ത്യയിലെ തന്നെ സമരകേന്ദ്രം എന്ന് വിശേഷിപ്പിച്ച ഷഹീൻ ബാഗിലേക്ക് സഖാവ് ঐഷി അഭിവാദ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ അഭിവാദ്യം ചെയ്ത വ്യക്തികളിൽ ഏറ്റവും വലിയ സ്വീകരണം അവിടെ നിന്ന് കിട്ടിയത്, അവിടെ ഏറ്റവും ആവേശപൂർവ്വം ആളുകൾ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചതും സഖാവ് ঐഷിയാണ്. അത്തരത്തിൽ ഒട്ടനവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ ആ JNU സർവകലാശാലയിൽ നടത്തി. അതിൻ്റെ കൂടി ഉൽപ്പന്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനക്കുണ്ടായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്. ആ വിജയം തീർച്ചയായും RSSന് BJPക്ക് ഒരു താക്കീതാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾക്ക് വലിയ പ്രതീക്ഷയാണ്. ABVPയെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും പരാജയപ്പെടുത്താമെങ്കിൽ ഈ രാജ്യത്തും RSSനെ BJPയെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ദിശാസൂചികയാണ് JNU സർവകലാശാല കാണിച്ചു തന്നിട്ടുള്ളത്. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായത് സഖാവ് അഫ്സൽ ഇവിടെ സൂചിപ്പിച്ചു.
ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ കൗൺസിൽ കൂടുക എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ആ കൗൺസിൽ കൂടാൻ വേണ്ടി ഇപ്പോൾ അനുവദിക്കാതെ നിൽക്കുന്നത്, നേരത്തെ എല്ലാം അത്തരത്തിലുള്ള ജനാധിപത്യ വേദികൾ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് ABVP ആണെങ്കിൽ ഇന്ന് ആ ABVPക്കൊപ്പം അവരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ കൗൺസിൽ യോഗം വിളിക്കാൻ അനുവദിക്കാത്ത സംഘടനയുടെ പേര് NSUI എന്നാണ്. NSUI ആണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന എന്ന് അവർ തന്നെ അഭിമാനപൂർവ്വം പറയുന്ന ആ സംഘടനയാണ് ഇന്ന് അവിടുത്തെ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ കഴിയാത്ത രൂപത്തിൽ ABVPയോടൊപ്പം ചേർന്ന് അക്രമം സൃഷ്ടിക്കുന്നത് ആ കലാലയത്തിൽ. അത് തന്നെയാണ് രാജ്യത്താകെ നടക്കുന്നത്, അത് തന്നെയാണ് രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്നൊരു സംശയമില്ല. പക്ഷേ അവിടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഗ്യാരണ്ടി. അവരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഏത് സമയത്ത് പോയെങ്കിലും പിൻവലിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി BJPക്ക്. അത് അവരുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് അല്ലെങ്കിൽ ആർക്ക് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് BJPക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് BJPക്ക് വോട്ട് ചെയ്യുക. നിങ്ങൾ BJPക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇടതുപക്ഷത്തിനായിരിക്കണം. കോൺഗ്രസിന് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും അത് നിങ്ങൾ ചെയ്യുമ്പോൾ കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കും. അത് റിസൾട്ട് വരുമ്പോൾ അത് താമര അടയാളത്തിലേക്ക് മാറിയെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ആ ചതി നമുക്ക് പറ്റാൻ വേണ്ടി പാടില്ല. മുമ്പ് കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലാണ് നമ്മളിങ്ങനെ കോൺഗ്രസ്സുകാരുടെ ഒഴുക്ക് BJPയിലേക്ക് കണ്ടിട്ടുള്ളത് എങ്കിൽ അത് ഇന്ന് കേരളത്തിലും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയെ, വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മുന്നണിയെ, വിവിധ വിഷയങ്ങൾ വന്നപ്പോൾ, ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ നാട് കടന്നുപോയപ്പോൾ, കർഷകരുടെ മഹാസമരം അരങ്ങേറിയപ്പോൾ, വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും തെരുവിലിറങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിൽ നേതൃത്വമായി നിൽക്കാൻ മടി കാണിച്ചവർ, അതിൻ്റെ മുന്നിൽ നിലപാടെടുക്കാൻ മടി കാണിച്ചവർ ഇപ്പോൾ അവരുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പ്രകടന പത്രിക പ്രധാന വാർത്തയാക്കി മലയാളത്തിലെ ഒരു മാധ്യമവും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയേണ്ടി വരും CAAക്കെതിരായി ഒരു വാക്ക് ആ പ്രകടന പത്രികയില്ല. ആ CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, CAA പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്ന ജമ്മു കാശ്മീർ, ആ കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. കർഷകർക്ക് ദ്രോഹമായിട്ടുള്ള ബില്ലുകൾ പൂർണ്ണമായും പിൻവലിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല. കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുവാനും അവർക്ക് ന്യായമായിട്ടുള്ള മിനിമം വേതനം നൽകുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. തൊഴിലാളികളെ കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുമെന്നതിനെ കുറിച്ചോ ആരോഗ്യരംഗത്ത് സ്വകാര്യവൽക്കരിക്കുവാൻ വേണ്ടി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെ ഇല്ലായ്മ ചെയ്യുമെന്നോ ഒരു വാക്ക് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രകടന പത്രികയിലില്ല. ആ കോൺഗ്രസിന് എന്തിന് നമ്മൾ വോട്ട് ചെയ്യണം? BJPയിൽ നിന്ന് അവർക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, UDF എന്ന് പറയുന്ന സംവിധാനവും ഈ BJP എന്ന് പറയുന്ന പാർട്ടിയും തമ്മിലില്ല എന്നുള്ളത് നമ്മൾക്ക് മുന്നിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനായിരിക്കണം ഇത്തവണ വോട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ. ഇവിടെ സഖാക്കൾ ഐഷി ഘോഷും അതുപോലെ തന്നെ അഭിജിത്തും വളരെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്നു. സ്ഥാനാർത്ഥി നമ്മളോട് വോട്ട് അഭ്യർത്ഥിച്ചു പോയി. ഇത്തവണ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുത്ത് സ്ക്രൂട്ടിനിക്ക് പോയപ്പോൾ 2 KSമാർ, 2 ഹംസമാരുണ്ട് അവിടെ. 2 സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട്. അതേ പേരിൽ 2 ആളും കൂടിയുണ്ട് ബാലറ്റിൽ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ മലപ്പുറത്ത് മത്സരിച്ചിരുന്നു. അപ്പോൾ ഈ മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. സാനു എന്നുള്ള പേര് അധികം ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ള. ഷാനു ഒക്കെ പലർക്കും ഉണ്ടെങ്കിൽ ഈ സാനു അധികം ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ അവിടെയും വന്നു ഒരു സാനു. അതിൻ്റെ ചിഹ്നം മോതിരായിരുന്നു. അപ്പോൾ ഈ മോതിരം എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ലീഗേരനോട് അങ്ങനെ സൗഹൃദത്തിൽ ചോദിച്ചു, എന്തിനാ ഈ മോതിരം നിങ്ങൾ ചിഹ്നാക്കി? അപ്പോൾ പറഞ്ഞു, അരിവാൾ ചുറ്റികയോട് ഒരു സാദൃശ്യമുണ്ട് മോതിരം. ഞാൻ ചോദിച്ചു, ഏത് ദിശയിൽ നിന്ന് എങ്ങനെ ചെരിഞ്ഞു നോക്കിയാലാണ് ഈ മോതിരം അരിവാൾ ചുറ്റികയായിട്ട് തോന്നുക എന്നും ചോദിച്ചു. അപ്പോൾ ആ പേര് പോലും അവർ കണ്ടെത്തി. ഈ ഹംസ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ് നമ്മുടെ മലപ്പുറത്ത്. നമ്മൾ നേരത്തെ
പിന്നെ മഞ്ചേരി പിടിച്ചപ്പോൾ അന്നും നമ്മളൊരു ഹംസയെ ഏൽപ്പിച്ച് ഇപ്പോൾ പൊന്നാനി പിടിക്കാനും നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളൊരു ഹംസയാണ്. നമ്മൾ ഈ മലപ്പുറം ജില്ലക്കാർക്ക് ഹംസയോട് ഒരു വല്ലാത്ത പ്രണയമുണ്ട് എന്നുള്ളതാണ് നമുക്ക്. ആ ഹംസ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപകമായിട്ടുള്ള പേര്. ആ ഹംസ 2 അല്ല, ചിലപ്പോൾ 10, 15, 20 ഹംസ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഹംസ 2, 10, 20, 100 ഉണ്ടായാലും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന അടയാളം അത് ആ ബാലറ്റിൽ 1 മാത്രമേ ഉള്ളൂ. ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റിക അരിവാൾ നക്ഷത്രം എന്ന ചിഹ്നത്തിൽ തൊഴിലാളിയുടെയും കർഷകന്റെയും തൊഴിലെടുക്കുന്നവന്റെ അധ്വാനത്തിന്റെ വിലയറിഞ്ഞിട്ടുള്ള ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണം ഹംസയെ ബഹുഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യൻ പാർലമെന്റിൽ പൊന്നാനിയുടെ ശബ്ദമാവാൻ, ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരന് വേണ്ടി പോരാടാൻ അവിടെ നമ്മുടെ പ്രതിനിധിയായി ഹംസ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി രാജ്യ തലസ്ഥാനത്ത് സംഘപരിവാറിൻ്റെയും RSSൻ്റെയും അക്രമങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടി സംഘപരിവാരത്തിൻ്റെ അക്രമങ്ങൾക്ക് മുമ്പിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും ശബ്ദവും ഉയർത്തിപ്പിടിച്ച JNUവിൻ്റെ മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റും SFIയുടെ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള സഖാവ് ഐഷി ഘോഷിനെ ഏറെ ആവേശത്തോടു കൂടി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Abhivadyangal Sakhakale, revolutionary greetings to all comrades who are present here. As you all know that the general elections are upcoming here and there are issues that we need to remind that when we are going to vote for the upcoming general elections, why is it very, very important for all of us to vote for the LDF to strengthen the voices of left in the parliament. In the last 5 years, we have seen that the attack by the BJP and the RSS at the central, when they are in central government, it has increased in manifold terms. In the last 10 years, when the BJP has been in power, we have seen that the policies that the BJP, the RSS at the central level has brought in are anti-people. We have continuously seen with BJP in power in the center, they have continuously brought in power, they have continuously brought in policies which are not sided with the people's aspiration or has been standing for the rights of the people. The Modi government, when it came for the first time in 2014, it talked about Sabka Saath Sabka Vikas in Hindi. It was a slogan. What did it mean? It meant that the BJP government will stand by all the people and ask and seek for development for all the people. But in the last 10 years, when we asked the BJP government that whose development were you talking about, because every day inside this country, the common people are asking that why are the prices of common items inside the market when we go to buy things, why are the prices so high? We don't get an answer from the central government. We need to ask that why inside this country, when the BJP government said that it will be speaking for the people's development and people's right, the farmers have been protesting day in and day out, asking for minimum crop price guarantee. We have to ask that why did 700 farmers have to lose their lives sitting in the national capital for 1 whole year just for demanding the right price for their crops? We need to ask the BJP and the RSS sitting at the center, when they talked about development for all, we know that more than 6 months the state of Manipur has been warning, and the Prime Minister didn't have the courtesy to even speak for one time for the people of Manipur who have been facing these atrocities. We need to question the RSS BJP that what kind of Gujarat model were you talking about? When the President of US visits the very state of Gujarat, we see that it's shameful that the slums are being hidden inside the state of Gujarat, because that is the development model of BJP. That is the development model that BJP has done inside this country. We need to ask the Sangh Parivar that when they were talking about that they will be siding, they will be standing by the women inside this country, that if the Modi government comes to power for the second time in 2019, they promised that they will be standing by the marginalized section, they will be standing by the minorities, they will be standing by the women of this country.
that all the atrocities that has been happening inside this country against the women, everything will stop. We need to question the RSS and the BJP who is sitting at the center. That as soon as they came for power for the second time, we saw that how a 12-year-old Dalit child, a girl child in Hathras, was brutally raped and her body was burned, and her parents were not even allowed to see her body in the BJP-ruled state of Uttar Pradesh. We need to question that why has been BJP silent on that. We need to ask them that when Bilkis Bano and her culprits were allowed to move freely, were allowed to go out freely from the jail, the BJP government was silent. Their women development minister was silent. We need to ask them that when the BJP talks about people's development, why are they continuously passing, why are they continuously promoting anti-people's policy? We saw the pandemic. We saw a COVID pandemic when people inside this country was not even having access to healthcare. When people inside this country, very country inside our society, when thousands of migrant workers wanted to go back to their homes, wanted access to basic facilities like food, healthcare, their right to go back to home, they wanted to travel back home, we remember those pictures. We remember those images that we saw through our newspapers and media channels, where a pregnant woman had to die on the streets with her kid because she could not provide meal to her child while she was returning back from Uttar Pradesh back to her state, home state. We need to question the BJP and the RSS. Then when you talk about development, is this the development where the corruption inside this country has been raising high, where the health index, India has been in a poor state, where in education, everyday privatization has become the normal affairs inside this country, and you are passing and imposing a bill like new education policy, which only sides with the corporate, which only talks about that those who have money inside their pockets will only study inside this country. Those who have money inside their pockets will only go for higher education. We need to question them. But also, when we are here in Kerala, we need to also see that how the Left Democratic Front, which has been in the governance inside in Kerala, how it has given an alternative model not only to the society of Kerala, but also provided an alternative model from where we take an inspiration from. A lot of comrades were saying that JNU is an inspiration. JNU has always stood by the left forces. JNU draws its inspiration from the people of Kerala, from the Left Democratic Front of Kerala. We proudly say that. When we proudly stand in Delhi, we have seen that when a riot was orchestrated by the Sangh Parivar in 2020 in Northeast Delhi, it was the people of Kerala who collected funds and sent it back to Delhi so that the people of Delhi or the minorities of Delhi could have a shelter. When nobody sided by them, it was the people of Kerala under the banner of the Left Democratic Front who decided to fund those people shelter, those people food. We will never forget. We remember that when the farmers were struggling, for one whole year, it was the people and the farmers of Kerala who stood by the farmers across in the country and sat with them for one whole year in solidarity to tell them that your fight is not alone. Even the farmers and the workers of Kerala stand by you in every moment, hand to hand, to defeat the Sangh Parivar's anti-people policies. We have seen that whenever there has been an attack, we have seen that how the people of Kerala has stood by the progressive side, has stood for democratic, progressive, scientific ideals. We have seen that when the genocide, when we are standing here and a genocide on the Palestinian people are happening, we have seen that the people of Kerala has stood by the Palestinian people, has continuously stood by the Palestinian people, and the left democratic forces have stood by them under their banner. We have also seen that this government, how they are trying to impose an anti-constitutional CAA bill. They are wanting to bring an act which dehumanizes the minorities, the Muslim community inside our country. It is only the Left Democratic Front government in only one state which had the courage to say that whatever might be the situation of the Sangh Parivar, however intimating might be, however attacking the Sangh Parivar might be, it will be only this state which will not allow the Sangh Parivar to implement the CAA laws inside this state. When people are talking about alternatives, a lot of forces will come now and ask for votes. This is our appeal. This is our honest appeal to all the comrades here. To all the people in Tirur, this revolutionary land here in Ponnani constituency, please remember, in the last 5 years, an alternative for people were chosen and elected and sent to the parliament, which was the UDF.
from the people of Kerala. We need to ask them what alternative did they set inside the parliament? Why were they absent for the maximum number of times when the Sangh Parivar was continuously implementing anti-people's policy? We need to ask them that wherever the UDF is in power, the Congress is in power in the states, why have they no courage to tell that CAA will not be implemented in their own states where they have been in power? We need to question them when the Sangh Parivar is continuously running a propaganda against the people of Kerala, when they are trying to use government methods and tactics to screen propaganda like Kerala story to dehumanize the people of Kerala. We need to ask these UDF people, that is, where is your stand? Why are you not standing with the people of Kerala? Why have you not spoken one word against the Sangh Parivar's propaganda, which continuously plays a divisive role, a communal propaganda inside this country? We have seen that the left, whether it was educational institutions, when the people of Palestine were facing genocide, it was SFI and the left student organization who had the dare and courage to give a call outside the Israel embassy to tell that no more genocide will be allowed. We will not allow you to have genocide inside this country. But we did not see these alternatives. We saw only the left, whether it was in the parliament or not, to fight for it. And that is why it is our appeal that please strengthen the voices of the Left Democratic Front inside the parliament. If the left is fighting every day inside this society, inside this country, for the people, it will fight for your rights, for our rights, for the student, youth, working class, the women, the marginalized and the minority community on the everyday basis, on the policy level inside the parliament. And that is why this is our appeal to all the comrades who are sitting here, all the people of Ponnani constituency, that a candidate like Comrade K.S. Hamza will represent our vision, the people's vision, truly inside the parliament. Sending Comrade K.S. Hamza into the parliament is not only sending an individual, but sending a strengthening fight, a strengthening voice inside the parliament who will be able to crush the voices of Sangh Parivar inside the parliament, who will be fighting with the people's issues every day inside the parliament and outside the parliament, and reflect and represent the idea of the people of Kerala and the Ponnani constituency inside the Parliament of India. We need to send truest representatives who will not run away from their duties, who will not sell them off to the Sangh Parivar day in and day out. We need to know that how the people who call themselves representative in the last 5 years have been absent. So this is our humble appeal, that how in several educational spaces we have seen that the left forces have won because they have kept the student youth issues. We have seen also the people of Kerala has always sided with the progressive left democratic forces. This is our appeal in the upcoming general elections. When the people of Ponnani goes to vote, they vote for hammer, sickle and star, and gives a huge margin to Comrade K.S. Hamza so that he can represent people's voices inside the parliament, and our voices, our collective voices, the voices of the working class people, the voices of the women, the marginalized community and the minority community is strengthened through pro-people's policy, through the left democratic people's policy inside the parliament. Inqilab Zindabad. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി JNU സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള സഖാവ് അഭിജിത് ഘോഷിനെ ഏറെ ആവേശത്തോടെ ക്ഷണിക്കുന്നു. സഖാക്കളെ, നിങ്ങൾക്കെന്റെ വിപ്ലവ അഭിനന്ദനങ്ങൾ. Comrades, I, on the behalf of JNU student community, come here and extend my revolutionary greetings to the student, youth, and fighting people of Kerala. Comrades, we know how this BJP is running the state from the 10 years, how many anti-people policies are implemented. We know when the government come to power in 2014, they introduced demonetization, which breaks the backbone of our economy. We know through the demonetization, they have broken the small and marginalized sector of the economy. The GST bills and acts, which breaks the fiscal federal structure of our India. We know how the states are deprived from their financial funds, which makes them dependent on the central government. The central government is trying constantly to centralize all the power
in its own. And the states like Kerala and many anti-BJP states like Tamil Nadu are fighting against it. And we know on the day of 8th February how Kerala government has shown its struggle in the state of Delhi, in the eye of the state of central state. Comrades, we know how in this tenure how unemployment is constantly rising. The rate of unemployment is the highest in this year at 7.8%, which shows that the government is not addressing the issues. And we know how the contractualization of worker, the informalization of the worker has increased. The social security of the Indian working class is at its stake. We know how many anti-people policies like anti-farmer policies are introduced, but the farmers of the country have stood against this. In the state of Delhi, lakhs of farmers were constantly protesting in the state of Delhi throughout the year, and 700 martyrs are there so that this bill was finally rolled back. We know how inequality is constantly rising. The government is pushing the corporatization policies, and that is shown how corporate and government nexus is there. They are constantly relieving the corporate tax, and that burden of debt is on our farmers. And this has increased the suicide rate of farmers in India. We know there is constant attack in the Indian democracy, how the mandate of the people in many state assemblies were changed by the money and muscle power of the BJP RSS, how they are using ED CBI in the opposition states so that they can be jailed. And we know at this time when the Lok Sabha election is happening, 2 chief ministers of states of Delhi and Jharkhand are in jail because they are fighting with the forces of BJP RSS. How this media is constantly praising the government when the government is failing in different aspects. They are demonizing the voices who are constantly raising their voices against this government. We know how there is constant attack in the state of Kerala because they are with the idea of public education, public health infrastructure. They are responsible for raising the voices of people, the working class. And so they are taking the pro-people policies, but this central government is constantly depriving the funds to the Kerala state. We are the students of the JNU. When we are fighting for the right of the education, for the idea of public institution and public education, then we get the inspiration from the state of Kerala, from the LDF government, when they are bringing public schools, increasing the infrastructure for the public libraries and the public hospitals. We know how this BJP RSS is constantly communalizing the university campuses, the spaces of educational institutes through many policies and privatization. We are constantly fighting against this. And in the state of Kerala also, when they are trying, the Bajpa RSS Sarkar is trying to communalize the whole society, the left is against that, fighting against that. But we have to question how the Congress is taking stand. When the CAA Act is trying to be enacted by the government, when the Congress are not raising their voice in their states when there is power. In the manifesto, election manifesto, Congress has not taken any stand against CAA. We have to question them. We have to question the MPs who are elected in the previous election by the people of Kerala. Where are they when the government is taking anti-people stands in the parliament? They are not raising the questions to the government. They are not raising the question to the government. But we, the left, who are constantly fighting in the street for the people, for the voices of the people, when we are appealing to the people of Kerala, we have to show them, we have to tell them, when left is in majority in the parliament, has a strong force in the parliament, many pro-people policies are to be taken, like Manrega, like RTI Act. So we appeal, when left is fighting in the street, when left will be the stronger force in the parliament, will make the government, will push for the pro-people policies. So I appeal to the people of Kerala and the people and the constituency of here, Tirur, so that they elect Comrade K.S. Hamza, so that a strong voice who is uncompromising, fight against the communal
communal policies of this BJP RSS, who can strengthen the voice in the parliament and fight uncompromisingly against these forces in the parliament. I appeal to the people of the Kerala, vote for LDF candidates so that a strong force can be elected in the parliament who will be constantly fighting for the people in the country, in the Kerala. Inkalab Zindabad. അടുത്തതായി നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് PM മാർഷോയെ ഏറെ ആവേശത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് ആദിൽ, വേദിയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, എനിക്ക് മുൻപേ സംസാരിച്ച സഖാക്കളൊക്കെ സൂചിപ്പിച്ചു, വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച്. നമുക്കറിയാം, 17 പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ആ തെരഞ്ഞെടുപ്പുകൾ അതാത് കാലഘട്ടത്തിലെ മനുഷ്യനെ, രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ കരുത്താർന്ന രീതിയിൽ പൊതുസമൂഹവുമായി സംവദിച്ചിട്ടുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് ഈ രാജ്യത്തെ ജനത പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കടന്നുപോയിട്ടുള്ളത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്, പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യം തയ്യാറെടുക്കുമ്പോൾ രാജ്യത്തിന് മുൻപിൽ ഉയർന്ന് വരുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഈ 18ാമത് പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് മുൻപിൽ അവശേഷിപ്പിക്കുക ഈ ചോദ്യത്തിന് ഉത്തരം തന്നെയായിരിക്കും, ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഈ രാജ്യത്തെ മനുഷ്യരെയാകെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ഓരോ ഘട്ടത്തിലും ജനദ്രോഹപരമായ നയങ്ങളും നിലപാടുകളും ആവിഷ്കരിച്ച് രാജ്യത്തെ ജനതയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തി മുന്നോട്ട് പോയ ഒരു ഭരണകൂടം, ആ ഭരണകൂടം നടത്തിയ മനുഷ്യത്വ വിരുദ്ധമായ ഇടപെടലുകളുടെ ഏറ്റവും മോശമായ ഫലങ്ങൾ അനുഭവിച്ചാണ് ഈ രാജ്യത്തെ ജനത വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ രാജ്യത്തെ മനുഷ്യരെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം നിരന്തര സമരങ്ങളുടെ കാലഘട്ടമായിരുന്നു. നേരത്തെ സഖാവ് VP സാനു ഉൾപ്പെടെ സൂചിപ്പിച്ചു ഈ രാജ്യത്ത് ഉയർന്നു വന്ന വിദ്യാർത്ഥി സമരങ്ങളെ സംബന്ധിച്ച്. ഈ രാജ്യത്ത് ഉയർന്നു വന്ന സുപ്രധാനമായ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമര നേതൃത്വങ്ങളാണ് ഈ സായാഹ്നത്തിൽ നമ്മളോടൊപ്പമുള്ളത്. വിദ്യാർത്ഥി സമരങ്ങൾ മാത്രമല്ല, ഐതിഹാസികമായ യുവജന പ്രക്ഷോഭങ്ങൾക്ക് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ നമ്മൾ പലയാവർത്തി സാക്ഷ്യം വഹിച്ചു. രാജ്യത്തെ കർഷകരുടെ നേതൃത്വത്തിൽ, രാജ്യത്തെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ, രാജ്യത്തെ വനിതകളുടെ നേതൃത്വത്തിൽ, അധ്യാപകരുടെ നേതൃത്വത്തിൽ തുടങ്ങി വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാലഘട്ടമാണ് കടന്നുപോയത്. ഈ സമരങ്ങളെല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഈ സമരങ്ങളിലെല്ലാം ഒരുപോലെ കാണാൻ വേണ്ടി കഴിയുന്ന 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന്, ഈ സമരങ്ങളെല്ലാം തന്നെ ആത്മാഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ നടത്തിയ സമരങ്ങളായിരുന്നു. രണ്ടാമത്, ഈ സമരങ്ങളുടെ എല്ലാം സമരഭൂമികയിൽ സമരത്തിൽ അണിനിരന്ന സമര പോരാളികൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും കരുത്തുള്ള ആയുധം, ഏറ്റവും കരുത്തുള്ള സമരായുധം അത് രാജ്യത്തിൻ്റെ ഭരണഘടനയായിരുന്നു. അതിൽ നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനകത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ച് ജീവിക്കുന്നതിനുള്ള ജീവിത സാഹചര്യം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട, ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിനുള്ള സാഹചര്യം നിഷേധിച്ച ഒരു ഭരണകൂടമായിരുന്നു നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന നിരന്തരം വെല്ലുവിളികൾ നേരിട്ട, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയുൾപ്പെടെ, ജനാധിപത്യ കാഴ്ചപ്പാട് ഉൾപ്പെടെ, ഫെഡറലിസം ഉൾപ്പെടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ആശയം ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ മുഴുവൻ ഒരുപോലെ ഉൾക്കൊള്ളുന്നതാണ്. ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തെ, മഹത്തായ ഇന്ത്യ എന്ന ആശയത്തെ നിരന്തരം ആക്രമിക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ പിറകോട്ട് നടത്തുന്നതിന് വേണ്ടിയും നടത്തിയ ശ്രമങ്ങളോടുള്ള മറുപടി രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളായിരുന്നു എന്ന് പറഞ്ഞു വെച്ച 10 വർഷക്കാലം. ആ 10 വർഷക്കാലത്തിനിപ്പുറം രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് എൻ്റെയും നിങ്ങളുടെയും പൂർവികർ സ്വപ്നം കണ്ട, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തീവ്രമായി അഭിലഷിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ അനശ്വരതയിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട ഇന്ത്യയുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യയുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വപ്നം കണ്ട് അടിത്തറ പാകിയ ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണിത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് കഴിയണം. നമുക്കറിയാം 1925 RSS ഈ രാജ്യത്തെ രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതലേ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇടപെട്ടതിൻ്റെ ചരിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടു. ആദ്യ 22 വർഷക്കാലം സംഘപരിവാർ രൂപീകരിക്കപ്പെട്ട് ആദ്യ 22 വർഷക്കാലവും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിൽ അണിനിരന്ന ഘട്ടത്തിൽ ആ സമരത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി, ആ സമരത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെട്ട RSSന്റെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അന്ന് ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടേണ്ടതില്ല, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ മതി ഇന്ത്യ എന്ന നിലപാട് സ്വീകരിച്ച ആളുകളായിരുന്നു RSS. ഈ രാജ്യത്ത് സമരത്തിൽ അണിനിരന്ന മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച് ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾക്കിടയിൽ വിഷത്തിന്റെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ വിത്തുകൾ പാകുന്നതിന് വേണ്ടി ഇടനില നിന്ന ആളുകളായിരുന്നു സംഘപരിവാരം. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് നടത്തിയ പോരാട്ടത്തിനൊടുവിൽ മാത്രമല്ല, ഈ നിലയിൽ ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി സംഘപരിവാരം ഈ രാജ്യത്ത് നടത്തിയ ഏറ്റവും നെറികെട്ട ഇടപെടലുകളെ കൂടി പരാജയപ്പെടുത്തിയായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ടത്. ശേഷം ഇങ്ങോട്ട് ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ട 7.5 പതിറ്റാണ്ടിന് പുറത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, രാജ്യത്തിൻ്റെ വിവിധ തെരുവുകളിൽ ഒഴുകിയ രക്തത്തിൻ്റെ അളവറ്റ കണക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ടതിനോടൊപ്പം, രാജ്യം വിഭജിക്കപ്പെട്ടതിനോടൊപ്പം ഈ രാജ്യത്തരങ്ങേറിയ നിരവധിയായ വംശഹത്യകൾ, വർഗീയ കലാപങ്ങൾ, അവയ്ക്കെല്ലാം നേതൃത്വം കൊടുത്ത സംഘപരിവാരത്തിൻ്റെ ഇടപെടലുകൾ, പങ്കുകൾ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ ആയുധം താഴെ വെക്കാൻ ഒരുക്കമായിരുന്നവരായിരുന്നില്ല സംഘപരിവാരം. തുടർന്ന് ഇങ്ങോട്ട് ഗുജറാത്തിൽ, ഒറീസയിൽ, മുസഫർ നഗറിൽ, ഡൽഹിയുടെ തെരുവുകളിൽ, ഏറ്റവും ഒടുവിൽ മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും അണമുറിയാത്ത നിലവിളി നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. തെരുവിലിട്ട് എത്രയോ മനുഷ്യരെ കൊലപ്പെടുത്തിയതിൻ്റെ അനുഭവം ഈ ദിവസങ്ങൾ, ഈ മാസങ്ങൾ നമ്മളോട് പറഞ്ഞു വെച്ചു. മണിപ്പൂരിൻ്റെ മണ്ണിൽ വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങൾ, ചിത്രങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ആയിരക്കണക്കിന് മനുഷ്യർ അതിമാരകമാം വിധം പരിക്കേറ്റതിൻ്റെ ദൃശ്യങ്ങൾ മണിപ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ കണ്ടു. ആരാധനാലയങ്ങൾ ഉൾപ്പെടെ തീ വെച്ച് തകർക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ, തെരുവിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെ അതിക്രൂരമാംവിധം കൂട്ടബലാത്സംഗത്തിനിരയാക്കി അതിക്രൂരമാംവിധം തെരുവിലൂടെ തല്ലിയോടിക്കുന്ന മണിപ്പൂരിൽ നിന്നുള്ള മനുഷ്യരെന്ന് വിളിക്കപ്പെടാൻ അർഹരല്ലാത്ത ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും നവമാധ്യമ ഹാൻഡിലുകൾക്കകത്തേക്ക് ഒഴുകിയെത്തിയതിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് ദൂരത്തൊന്നുമല്ല. ഈ നിലയിൽ എങ്ങനെയും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച്, മനുഷ്യർക്കിടയിൽ വിഭജനം തീർത്തുകൊണ്ട്, പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട്, പരസ്പരം കൊലപ്പെടുത്തിക്കൊണ്ട്, അതിൽ നിന്നും എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ വിഭജിക്കുക എന്ന സംഘപരിവാർ പദ്ധതിയുടെ നടത്തിപ്പുകാരായി കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് പോയതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അത്തരമൊരു അനുഭവത്തിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹം നടത്തിയ വലിയ ചെറുത്തുനിൽപ്പ്
ചെറുത്തുനിൽപ്പുണ്ട്, വലിയ സമരങ്ങളുണ്ട്, പ്രതീക്ഷാ നിർഭരമായ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാക്കൾ ഉൾപ്പെടെയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇങ്ങനെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഐതിഹാസികമായി നടത്തിയ സമരങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായിട്ട് ഈ പൊതു തെരഞ്ഞെടുപ്പിനെ കാണാൻ വേണ്ടി കഴിയണം. ഈ പൊതു തെരഞ്ഞെടുപ്പ് ഒരു സമരമാണ്. ആ സമരം വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീതിയോടുകൂടി തന്നെയുള്ള സമരമായി അതിനെ കണ്ടുകൊണ്ട് ആ സമരഭൂമികയിൽ കരുത്തോടെ നിലയുറപ്പിച്ച് രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ദൗത്യം നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ആ മുന്നേറ്റത്തിന്, ആ പോരാട്ടത്തിന് മുൻപിൽ ഒറ്റുകാരായി നിലയുറപ്പിക്കുന്ന വിവിധ മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ പ്രഥമ സ്ഥാനത്താണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്ന് കാണാൻ വേണ്ടി കഴിയണം. ഈ വിധത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ എന്താണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്ന് നമ്മുടെ മുൻപിലുണ്ട്. പൗരത്വ നിയമം ഉൾപ്പെടെ ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്ത് നടപ്പിലാക്കി ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി, വാതുറക്കുന്നതിന് വേണ്ടി ഭയപ്പെടുന്ന രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടമായി കേരളത്തിലെ, ഇന്ത്യയിലെ കോൺഗ്രസ് മാറുന്നതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനോട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ നാളെ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വന്നു, എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം? ഞാൻ രാത്രി ഒന്ന് പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞു പോയ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ പിന്നീട് 2 ആഴ്ചക്കിപ്പുറവും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഇന്നലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്ന നിലയുണ്ടായി. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ, അങ്ങല്ലെങ്കിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ പൗരത്വ നിയമം ഈ രാജ്യത്തിനകത്ത് നിന്ന്, പൗരത്വ നിയമ ഭേദഗതി ഈ രാജ്യത്ത് നിന്ന് പിൻവലിക്കും എന്നാർജവത്തോടെ പറയുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്ത, ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ കൂട്ടമായി ഈ നാട്ടിലെ കോൺഗ്രസ് അധപ്പതിച്ചതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. 2019 ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് പറഞ്ഞയച്ച, കേരളത്തിലെ ജനാധിപത്യ സമൂഹം പറഞ്ഞയച്ച കോൺഗ്രസിന്റെ UDFന്റെ MP-മാരെ NIA നിയമത്തിന്റെ ഭേദഗതി ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടു. ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ മീശ വിറച്ചുകൊണ്ട് അമിത്ഷാ ഒറ്റവെച്ച ഘട്ടത്തിൽ NIA നിയമ ഭേദഗതിക്ക് മുൻപിൽ പൂച്ചക്കുട്ടികളെ പോലെ അനുകൂലമായി വോട്ട് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഒറ്റുകൊടുത്ത ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ഭയം നമ്മൾ കണ്ടു. ഈ ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്ന ഘട്ടത്തിൽ RSSന്റെ കേന്ദ്രങ്ങളിൽ നിന്നും ലീഗിന്റെ കൊടി, മുസ്ലിം ലീഗിന്റെ പതാക നിങ്ങളെ ഉയർത്താൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ അത് ഉയർത്തില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് മടക്കി മാലാക്കി നിക്കറിന്റെ പോക്കറ്റിലിട്ട് തിരിച്ചു പോയേക്കാം എന്ന് പഞ്ചപുച്ഛ മടക്കി കുമ്പിട്ട് നിന്ന് പറയുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയമില്ലാത്ത, ആർജവുമില്ലാത്ത കോൺഗ്രസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സമാനമായ നിലയിൽ കാശ്മീർ ഒരു സുപ്രഭാതത്തിൽ വിഭജിച്ച് പ്രത്യേക ഭരണഘടനാ പദവി ഉൾപ്പെടെ എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെക്കാൻ ആർജവുമില്ലാത്ത നിലയിലേക്ക് ഭയപ്പെട്ട അടിമക്കൂട്ടമായി ഈ നാട്ടിലെ കോൺഗ്രസ് അധപ്പതിച്ചത് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഈ നാടിനെ, കേരളത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു ചലച്ചിത്രം രൂപപ്പെടുത്തിയെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ ഈ രാജ്യത്താകമാനം കേരളം എന്നാൽ വെറുപ്പിന്റെ ഒരു കൂടാണ് എന്ന നിലയിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാർ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് ഈ നാടിന്റെ കഥയല്ല, അത് കേരളത്തിനെതിരായതാണ് എന്ന് വാതുറന്നു പറയാൻ ആർജവമുള്ള ഒരൊറ്റ കോൺഗ്രസിന്റെ നേതാവിനെ, ഒരൊറ്റ മുസ്ലിം ലീഗിന്റെ നേതാവിനെ ഈ ദിവസങ്ങളിൽ കേരളം കണ്ടില്ല. കാരണം എന്താ? 2019 രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർ 2024 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിന് നൽകിയ സംഭാവന എന്ന് പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAയുടെ, BJPയുടെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ 20 സ്ഥാനാർത്ഥികളിൽ 5 പേർ, 4-1 സ്ഥാനാർത്ഥികൾ, 4-1 BJP സ്ഥാനാർത്ഥികൾ 2019 രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നടന്നിരുന്ന ആളുകളായിരുന്നു. ഈ 5 പേരാ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഭാവന. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കണ്ണൂര് C. രഘുനാഥൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയ, തൊട്ടപ്പുറത്ത് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ അബ്ദുൽ സലാം
ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അവരോധിച്ച UDF-ന്റെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹയാത്രികൻ ഇന്ന് താമരയടയാളത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയ. ഇങ്ങനെ പോകുമ്പോൾ പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ പോയ കാലത്തെ കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ മകൻ 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ത്യയിലാകെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തി ഇന്ന് പത്തനംതിട്ടയിൽ താമര ചിഹ്നത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയ. എറണാകുളത്തെ രാധാകൃഷ്ണൻ പോയ കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വിവിധ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അവരോധിച്ച പോയ കാലത്ത് കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്നയാൾ ഇന്ന് താമര ചിഹ്നത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയ. മാവേലിക്കരയിലേക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയ. ഇതാകാണ് കോൺഗ്രസിന്റെ സംഭാവന എന്നുള്ളത്. പ്രിയമുള്ളവരെ, 4 മുഖ്യമന്ത്രിമാരാ കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. R. ശങ്കർ, K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി. അതിൽ R. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പണ്ടേ പോയി BJP-ലേക്ക് 2015 BJP-യിൽ പോയി ഓരോ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി. ശേഷം കരുണാകരന്റെ മകൾ ഇന്ന് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനറിൽ ഒരാളാണ്. AK ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ BJP-യുടെ സ്ഥാനാർത്ഥി. ഇനി അവശേഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മക്കൾ മാത്രം. അങ്ങനെ BJP-യെ അടവെച്ച് വളർത്തി വലുതാക്കുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി കണക്കെ കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമുള്ളത് നമ്മളൊക്കെ വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാ. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നമ്മൾ ഇടപെട്ട മേഖലയിൽ ഏറ്റവും മനോഹരമായി അഭിമാനകരമായ ഒരു മുഹൂർത്തം ഒരിക്കലും മറക്കാതെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ടാകും. ഇപ്പൊ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്. എന്നെ സംബന്ധിച്ച് എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ ഒരിക്കലും മറക്കാത്ത അഭിമാനകരമായ ഒരു മുഹൂർത്തം എപ്പോഴും ഉണ്ട്. ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് K. സുധാകരനോട് നമ്മൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അഭിമാനകരമായ രാഷ്ട്രീയ മുഹൂർത്തം എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ K. സുധാകരൻ പറയും, പണ്ട് ഞാൻ കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എടക്കാട് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയിരുന്നു. അതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അഭിമാനകരമായ മുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചൊരാൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുമ്പോൾ BJP-യുടെ B ടീമായി മാറുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ കോൺഗ്രസിന് മറ്റു സാധ്യതകളില്ല. അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് കളങ്കമേൽക്കാതെ നോക്കുന്നതിന് വേണ്ടി, ഇന്ത്യയായി നിലനിൽക്കുന്നതിന് വേണ്ടിയും വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ച, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഇന്ത്യയെ തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുമുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലാണ് നാം. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ അവസാനത്തെ മതനിരപേക്ഷവാദിയെയും അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് KS ഹംസയെ ചുറ്റികാരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പൊന്നാനി ഇന്നോളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും അഭിമാനകരമായ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തെ വിജയത്തിലേറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കേരള സംസ്ഥാന ഘടകത്തിന് വേണ്ടി മുഴുവൻ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി പറയുന്നതിന് വേണ്ടി SFI തിരൂർ ഏരിയ സെക്രട്ടറി അസ്കറിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പരിപാടി അവസാനിച്ചായി അറിയിക്കുന്നു.